താജ്മഹലിന്നുമില്ലേ മുംതാസിനുള്ളതല്ലേ ചന്ദനത്തിരി ഒരുപാട് അണ്ണക്കുട്ടന്മാര് നമ്മളേക്ക് വരുന്നുണ്ട്. ഒരുപാടുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്രയിലാണ്, ട്രെയിനിലാണുള്ളത്. ശതാബ്ദി എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ന്യൂഡൽഹിയിൽ നിന്ന് 5:30 പുറപ്പെട്ടതാണ് പുലർച്ച. ഇപ്പം സമയം ഏതാണ്ടൊരു 7 മണിയോടുകൂടി അടുത്ത്. 7:45 നമ്മളവിടെ എത്തും. നമ്മളിന്ന് പോകുന്നത് താജ്മഹൽ, അതുപോലെ ആഗ്ര ഫോർട്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ. അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ഒരു ട്രെയിനിൻ്റെ ചാർജ് വരുന്നത് ശതാബ്ദി. ഇപ്പം കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇത് സ്പെഷ്യൽ ട്രെയിനുകളാണ്. 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുകളാണ് ഇപ്പോൾ കംപ്ലീറ്റ്. ശതാബ്ദി എന്നാണ് ട്രെയിനിൻ്റെ പേര്. ഇതിന് നമുക്ക് ചാർജ് വന്നത് 2 പേർക്ക് 910 രൂപ. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ചെറിയൊരു എക്സ്ട്രാ ചാർജ് ഉണ്ടാവും. 2 പേരെ ചാർജാണ് ഞാൻ പറഞ്ഞത്, 910 രൂപ. പിന്നെന്താ പറയുക, അടിപൊളി. ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. നല്ല മഞ്ഞാണ്, നല്ല അടിപൊളി മഞ്ഞാണ്. കണ്ടില്ലേ, പുറത്തെ ഒരു കോടൻ്റെ ഇത് കണ്ടില്ലേ. 7 മണിയായി, ഒരു ഇരുട് പോലെ ഉണ്ടല്ലേ, നല്ല കോടയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ UP-യിലെത്തി, ഉത്തർപ്രദേശിലെത്തി. ഇനി കുറച്ചുകൂടി ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അധികം പറഞ്ഞു കേൾക്കാറുണ്ട് ഡൽഹിയിൽ താജ്മഹൽ കാണാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ന്യൂഡൽഹിയിൽ നിന്നും ഒരു 200 കിലോമീറ്റർ കൂടി ഓടാനുണ്ട് ആഗ്രയിലേക്ക്. UP-യിലാണ് ശരിക്കും താജ്മഹൽ വരുന്നത്, ഉത്തർപ്രദേശിലാണ്. ന്യൂഡൽഹിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 200 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് നമുക്ക് ആഗ്രയിലെത്താൻ പറ്റുക. ഇനിയിപ്പോൾ ആഗ്രയിലെത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് അവിടേക്ക് പോകാമെന്നുള്ളത്. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ആഗ്രയിൽ നിന്ന് എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയില്ല. നമ്മളങ്ങനെ ആഗ്ര സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഓട്ടോക്ക് താജ്മഹലിലേക്ക് ഓട്ടോക്ക് പോകണം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററിന് അടുത്തുണ്ട്. നമുക്ക് എന്തായാലും പോവാം. ഇപ്പം 8 മണിയായി. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇല്ല, ഓട്ടോ ഉണ്ടാവല്ലോ. നമ്മളങ്ങനെ താജ്മഹലിലേക്ക് പോവാണ്. ഒരു ഓട്ടോ കിട്ടി. നമ്മൾ ഇവിടുന്ന് 150-200 ഒക്കെ പറഞ്ഞ് നമ്മൾ പേശി 60 രൂപക്ക് ഡീലാക്കി. നിങ്ങൾ താജ്മഹലും ഡൽഹിയിലും ബോംബെയിൽ പ്രശ്നമില്ല, മീറ്റർ ചാർജാണ്. ഡൽഹിയിലൊക്കെ വരികയാണെങ്കിൽ മാക്സിമം പേശണം, എന്നിട്ട് മാത്രമാണ് ഓട്ടോയിലേക്ക് യാത്ര ചെയ്യാവും. നമ്മളെ അങ്ങനെ ഒരു ഓട്ടോയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. तीन गेट अच्छा ओके ओके ईस्ट वेस्ट साउथ 3 गेट ഉണ്ട്. देखिए, आगरा को मीटर नहीं चलता जी, आगरा को सर्विस कार्ड चलता है जी. जो हम लोगों का जो प्रीपेड है पुलिस की तरफ से, वो उससे चलते हैं हम लोग. जी 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 जी. तो हम लोग को मेनू है, वो आप देख लेना. ओके ओके है ना. उसमें नो वेटिंग चार्ज, नो पार्किंग चार्ज, नो एक्स्ट्रा चार्ज. ओके ओके ओके, ठीक है ना. तो अभी ये पैकेज का बोलता है, अभी पैकेज का बोलता है. अभी हम आपको मेनू कार्ड दिखाएगा. जी जी जी. ओके है ना. ओके. अरे किधर 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 जाएगा? ताजमहल जाएगा, ओके. आगरा फोर्ट जाएगा, ओके. एतमत दौला जाएगा. किधर? एतमत दौला എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. ആഗ്ര ഫോർട്ട് പോകും. बेताब बाग जाएगा. बेताब बाग. ഓക്കെ, ഇപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓ, ताजमहल बैक साइड. താജ്മഹൽ ബാക്ക് സൈഡ്. അച്ഛാ, ഇത്രയും സ്ഥലങ്ങൾ ഒരു പാക്കേജ് നമുക്ക് ഇവർ തരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതർ ഫ്രൈഡേ അലോട്ട് നെയ്യേ. ഓക്കെ ഓക്കെ. വെള്ളിയാഴ്ച സന്ദർശകർക്ക് ഇവിടെ അനുമതിയില്ല. നിങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂഡൽഹിയിലൊക്കെ ഇറങ്ങിയിട്ട് വെള്ളിയാഴ്ച ഇവിടേക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ വെറുതെ 200 കിലോമീറ്റർ വെറുതെ ഓടി വരരുത്. ആ ഒരു ദിവസം പോകും. मैं LTA का आदमी हूँ जी. मैं LTA का आदमी हूँ. LTA ओ, लीड आगरा. अच्छा. उसका मैं मेन मेंबर हूँ. अच्छा. उसमें क्या है? उसमें एक ग्रुप है. हाँ, वो क्या? ईमानदारी का.
ईमानदारी ईमानदारी. अच्छा The all minimum 200 people ओके 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 and group. ओके ओके So all people वो are- किसके लिए ईमानदारी. ईमानदारी मतलब समझ में नहीं good आया man. हैं? Good man, no cheating man. ओह अच्छा अच्छा हाँ. ओके ओके राइट राइट अभी बताएगा आपको. हाँ मेरे ऑटो में हाँ एक कस्टमर का बैग छूटा. हाँ उसमें 1.5 लाख रुपया, हाँ 1,50,000 रुपीस हाँ मैंने जाके वो पुलिस में जमा किया. हाँ वो लोग को दिया. अच्छा हाँ, हाँ मुझे अवार्ड मिला. മൂപ്പർ പറഞ്ഞതാ വെച്ചാല് ഓ കസ്റ്റമർ ഇതർ ചോടിക്ക് ഗയാ हाँ, कस्टमर छोड़ के गया ग्वालियर. 1.5 ലക്ഷം റുപ്യ ഓട്ടോയിൽ വെച്ച് മറന്നുപോയി അത് മൂപ്പരെ തിരിച്ചേൽപ്പിച്ചതിന് മൂപ്പർക്ക് അവാർഡ് കിട്ടിയതാണ്. आपका नाम क्या है? मेरा नाम नजीर, मोहम्मद नजीर. മുഹമ്മദ് നജീർ എന്ന് പറയുന്ന നമ്മളെ സുഹൃത്ത് പറഞ്ഞത്. ये देखो, എന്തായാലും നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ये देखो, ये देखो. നാസ കഴിഞ്ഞിട്ടില്ല, അവാർഡ് കാണിച്ചിരുന്നത് അന്ന് നമുക്ക് കാണാം. നമുക്ക് നിങ്ങൾക്ക് ഇതൊരു വെറുപ്പിക്കലാന്നില്ലല്ലോ, ഇതൊരു വെറുപ്പിക്കലാന്നില്ലല്ലോ. എന്താ പറയുക, ഇത്തരം ഇതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരു സുഖമല്ല, എന്നാലല്ല ട്രാവൽ ബ്ലോഗ് ഒരു കളറാവും. ഇതാണ് നജീം ഭായ്, नजीर नजीर. ഇതാണ് നമ്മളുടെ നജീർ ഭായിന്റെ പത്രത്തിൽ വന്ന റിപ്പോർട്ട്. കണ്ടില്ലേ, ഇതെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഈ ഓട്ടോ ഡ്രൈവർ, ഓട്ടോ ചാൽക്ക नजीर നജീർ ने पेश 1,50,000 രൂപ ഈ ഒരു ഓട്ടോയിൽ ആരോട് വെച്ച് മറന്നു. അത് തിരിച്ചേൽപ്പിച്ചതിന് പോലീസ് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. ഇവർ അത് കട്ടി നല്ലപോലെ വെച്ചിട്ടുണ്ട്. ये लो, ये क्या है? ये भी है. हाँ ओ हाँ ओके 350 रुपीस यूरो. यूरो हाँ फॉरनर को. വേണ്ട 350 യൂറോ. ये फॉरनर को दिया नजीर ने. लक्ष्मी ये क्या? ये लक्ष्मी, ये वो तो फतेहपुर सीकरी का है. लक्ष्मी नहीं टिका ईमानदारी को. ओके. ये दिया है नजीर. ओके ओके ओके. तो ये ये कौन है, फोटो. किधर का आदमी है? ये स्पेन. സ്പെയിൻ കാ ഒരു സ്പെയിനുകാരത്തിനോട് 350 യൂറോ എന്താ പറയാ ഓട്ടോയില് വീണുപോയി. അത് മൂപ്പര് തിരിച്ചേൽപ്പിച്ച് എന്താ പറയാ ചീറ്റിംഗ് ചെയ്യാത്തൊരു മനുഷ്യനാണ് നമ്മളെ നജീർ ഭായ് പറയുന്നത്. ये लो, കൊറേ ഉണ്ടല്ലോ ഇത്. ये मेरा फोटो अवार्ड. ആ കണ്ടോ, ഇത് അവാർഡ് കിട്ടിയ ഫോട്ടോ ആണ്. അച്ഛാ ആത്മീയ സമന ചെയ്യേ. ये गलत काम नहीं. ആ അച്ഛാ 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 ചെയ്യേ ചെയ്യേ. ഒരുപാടുണ്ട്, പത്രത്തിന്റെ കട്ടിങ് ഒക്കെ മൂപ്പർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. LTA. LTA हाँ, LTA ग्रुप. ये फोटो. हाँ LTA ഗ്രൂപ്പ്. आपका अभी बोला था. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, LTA ഗ്രൂപ്പ്. ഇവര് പറയുന്നത് ചീറ്റ് ചെയ്യാത്ത ആളുകളുടെ ഒരു ഗ്രൂപ്പാന്നൊക്കെ പറയുന്നത്. ओके केरला वाला आदमी इधर आएगा. ओके, आपको नंबर में स्क्रीन पे डालेगा. नंबर ले लो. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. എന്തായാലും നമ്മൾ ഓട്ടോക്കൊക്കെ നല്ല പേശൽ പേശിട്ടുണ്ടെങ്കിലും നമ്മളൊപ്പരം ഫുഡ് കഴിക്കാനും വിളിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, വീണ്ടും യാത്ര തുടരാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. അതിനുശേഷമാണ് നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നത്. നമ്മൾ മൂപ്പരായിട്ട് ഒരു ഡീലായി 400 രൂപക്ക് ആഗ്ര ഫോർട്ട് താജ്മഹൽ റിട്ടേൺ നമ്മളെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഒരു കണക്കിന് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ആഗ്ര ഫോർട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് താജ്മഹലിലേക്ക് പോയി, പിന്നെ അവിടുന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. പിന്നെ മൂപ്പര് കുറേ സമയം വെയിറ്റ് ഒക്കെ ചെയ്യല്ലോ. അപ്പം 400 രൂപ കുഴപ്പമില്ലാത്തൊരു റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഫത്തേപൂർ സിക്രിയും അതുപോലെ തന്നെ ഹിത്മത്ത് ദൗള എന്ന് പറയുന്നത്, അത് താജ്മഹൽ ഉണ്ടാക്കുന്നതിൻ്റെ 22 വർഷം മുന്നേ പണിതാണെന്നാണ് നമ്മളെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. അവിടെ 2 സ്ഥലവും കൂടി ഉണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യും. അതുകൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റും. റൂമിൽ പോയിട്ട് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താജ്മഹലിലേക്ക് പോകാം. പിന്നെ താജ്മഹലിൽ നമുക്ക് 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് മൂപ്പര് പറഞ്ഞത്. ഇപ്പം ഓൺലൈൻ ബുക്കിംഗ് ആണല്ലോ കംപ്ലീറ്റ്. ഇപ്പോൾ 2 മണിക്കൂറോളം താജ്മഹലിൽ കിട്ടും. ആഗ്ര ഫോർട്ടിൽ 1 മണിക്കൂറും കിട്ടുന്നതാണ് നമ്മളെ സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ ടോട്ടല് 3 മണിക്കൂർ, പിന്നെ പ്ലസ് നമ്മളെ ഭക്ഷണം കഴിക്കലും അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ട് 1 മണിക്കൂർ, 4 മണിക്കൂറാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ഡൽഹിക്ക് പോകണം. പിന്നെ റൂമിൽ പോയിട്ട് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്. കൂടുതൽ സമയം നമുക്കിവിടെ നിന്നൂടെ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ആഗ്ര ഫോർട്ടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ആഗ്ര ഫോർട്ട് പാർക്കിംഗ്. जी ये सामने गेट है. जी जी നമ്മൾ നജീർ ഭായ് പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും
ആഗ്ര ഫോർട്ടിലേക്ക് കയറുകയാണ്. മൂപ്പര് നമ്പറൊക്കെ തന്ന് മൂപ്പരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. മൂപ്പരവിടെ വെയിറ്റ് ചെയ്യും. അല്ല 400 രൂപയൊന്നും വലിയ റേറ്റ് ഇല്ലാന്നാണ് തോന്നുന്നു. അത്രയും സമയം മൂപ്പര് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു 3 മണിക്കൂറോളം മൂപ്പര് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ മൂപ്പര് ഇവിടെ നമ്മൾ 60 രൂപയ്ക്ക് നമ്മളെ താജ്മഹൽ ഡ്രോപ്പ് ചെയ്ത് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ പ്ലാനിങ് മാറ്റിയതാണ്. കാരണം ഇവിടുന്ന് പിന്നെ ആഗ്ര ഫോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടേക്കാണ് വരുന്നതെങ്കിൽ താജ്മഹലിലേക്കാണ് പോകുന്നതെങ്കിൽ താജ്മഹൽ ഇറങ്ങിയിട്ട് പിന്നെ ആഗ്ര ഫോർട്ടിൽ വരണം. ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. ഇതൊരു കുഴപ്പമില്ലാന്ന് തോന്നി. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഒരു രക്ഷയില്ല. അസാധ്യ വ്യൂ, അസാധ്യ ലുക്ക്. ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. 35 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇത് കണ്ട ഞാൻ എടുത്ത ഈ ടിക്കറ്റിൽ വിസിറ്റേഴ്സ് ഹാവ് ടു ബൈ സെപ്പറേറ്റ് ടിക്കറ്റ് ഫോർ ADA ടോൾ ടാക്സ് ഫ്രം ദ കൗണ്ടർ ഓഫ് ദ മൂവ്മെൻറ്റ്. അത് നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ആ ടിക്കറ്റിൻ്റെ പുറമെ ഇങ്ങനൊരു സംഭവം കൂടി നമ്മൾ എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ 90 രൂപ 2 ആൾക്ക്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കാം. നമ്മളിപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ എൻട്രൻസിലാണല്ലോ. ഉള്ളിലോട്ട് വന്നു. സെക്യൂരിറ്റി അവിടുന്ന് ടിക്കറ്റൊക്കെ നോക്കി സ്കാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് വന്നു. ഇത് ഉള്ളിലത്തെ വ്യൂ ആണ്. ഒരു രക്ഷയില്ല, അസാധ്യ വ്യൂ. എന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. ഇതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തുള്ള ഡോറ് കണ്ടില്ലേ? ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ? അങ്ങനെ നമ്മൾ കോട്ടൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയേണ്ടത്, പഴകുന്തോറും വീര്യം കൂടി വരുന്ന വല്ലാത്തൊരു കോട്ടന്. ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, ഈ ഒരു ആർക്കിടെക്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങളിവിടെ ഡയറക്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നമുക്ക് ക്യാമറ കണ്ണുകളിലൂടെ ഇത് കറക്റ്റ് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളെ കണ്ണിനോളം ഇപ്പോൾ ഇവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നമുക്കിത് നശിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും. ഇങ്ങനൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരത് ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മളിത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ ഇതിൻ്റെ ഇനീഷ്യൽ സ്ട്രക്ചറൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്, അഥവാ ഇത് നിർമ്മിച്ചത് അക്ബർ ചക്രവർത്തിയായിരുന്നു. മുഗൾ ഭരണാധികാരികളായിരുന്ന അക്ബറും ജഹാംഗീറും ഷാജഹാനും എല്ലാ ടീംസും വസിച്ചിരുന്ന കോട്ട. ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ? ചുവന്ന മണൽ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു സെറ്റപ്പ്. നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോവാം. ഇവിടെ താഴത്ത് കണ്ടില്ലേ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു പാത. മുകളിലേക്ക് പോകുന്തോറും ഒരു സ്ലോപ്പായിട്ടുള്ള പാത. ഇത് പറയപ്പെടുന്നത് ആന വരാൻ വേണ്ടി സ്റ്റെപ്പില്ലാത്ത വഴി ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. ആനയും കുതിരയൊക്കെ വരാൻ വേണ്ടി യുദ്ധം കഴിഞ്ഞൊക്കെ വരുമ്പം ഇവിടുന്ന് യുദ്ധം കഴിഞ്ഞ് രാജാവ് വരുന്ന സമയത്ത് കുളമ്പടിയുടെ സൗണ്ട് കേട്ടിട്ട് അത് അകത്തേക്ക് ചെല്ലും. അപ്പോഴേക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ, ഈ യുദ്ധം കഴിഞ്ഞ് വരുന്നല്ല, റെസ്പെക്റ്റ് കൊടുക്കാൻ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വരുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്.
നമ്മളിപ്പോൾ മുകളിലെത്തി താഴോട്ടുള്ള വ്യൂ കണ്ടില്ല, ഒരു സ്ലോപ്പ് പോലെയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനക്കൊക്കെ പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങളെന്തായാലും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കും. ഇത് കണ്ടില്ലേ, ജഹാംഗീർസ് ബാത്ത് ഡബ്. ഇത് ജഹാംഗീറിന് നിർമ്മിച്ചു കൊടുത്തിരുന്ന ബാത്ത് ഡബ് ആണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഇതിൽ ജഹാംഗീർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് റോസ് വാട്ടർ ആണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ജഹാംഗീർ അക്ബറിൻ്റെ മകനായിരുന്നു. ഇതിൻ്റെ നേരെ മുൻവശത്ത് കാണുന്നത് ജഹാംഗീർസ് പാലസ് ആണ്. അങ്ങനെ ഞാൻ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. എന്താ പറയുക, മുഗൾ ഭരണാധികാരികൾ വസിച്ചിരുന്ന കോട്ട. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ബാത്ത് ടബിൻ്റെ നേരെ സൈഡിൽ കണ്ടില്ലേ, അതാണ് ജഹാംഗീരി പാലസ്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ കവാടത്തിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. നിങ്ങളിവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണത്. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ക്യാമറയിൽ കണ്ടാൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നല്ല എക്കോ ഉണ്ട്, കണ്ടില്ലേ. മൂപ്പര് നല്ല സൗണ്ട് എടുക്കുന്നുണ്ട്, നല്ല എക്കോ, ഭയങ്കരമായിട്ട് എക്കോ ഉണ്ട്. കൂക്കി വിളിക്കുമ്പോൾ നല്ല എക്കോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലെ ഡിസൈനൊക്കെ കണ്ടില്ലേ, എന്താ പറയേണ്ടത്. ഇതൊക്കെ കൊത്തുപണികളാണ്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ മിഷൻ വർക്കായിട്ട് കമ്പയർ ചെയ്ത് കൊത്തുപണികളാണ്. ഇതെത്ര വർഷം മുന്നേ ഉള്ളതാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. 100 വർഷമോ 200 വർഷം മുന്നേ ഉള്ളതല്ല, അതും ആലോചിക്കണം. ഇവിടുന്ന് ചെറിയ ചെറിയ റൂമുകളുണ്ട് വലത്തോട്ട് ഇടത്തോട്ടൊക്കെ. നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ നേരെ നടുമുറ്റത്തേക്ക്, ഈ ഉള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരു നടുമുറ്റത്തേക്ക് നമ്മളെത്തും. അവിടെ എത്തി നമ്മളിപ്പം. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ. ഇവിടെ ശരിക്കൊരു എന്താ പറയുക, ഒരു നമ്മൾ അമ്പലങ്ങളൊക്കെ ആ ഒരു ഉള്ളിലത്തെ ഒരു ഡിസൈനില്ലേ, അതുപോലെ ഉണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു മുതൽ തന്നെ. ഈ ഇതിൻ്റെ ഉണ്ടാക്കിയ ആർക്കിടെക്റ്റുമാരെയൊക്കെ ക്രിയേറ്റിവിറ്റി എന്തായാലും ഭയങ്കരം തന്നെ. ശരിക്കും ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം അല്ലേ. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറി നോക്കാം. ഇവിടെയുള്ള മുകളിലുള്ള ഇവിടെ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഡിസൈന് കണ്ടില്ലേ, ഇവിടെയുള്ള ഡിസൈനുകളൊക്കെ കണ്ടില്ലേ. എന്തായാലും ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അതുതന്നെ നമ്മളെ ക്രാഫ്റ്റ് വില്ലേജിലെ നമ്മളെ ഫിറാസ്ക പറയുന്നതിൻ്റെ തൊട്ട് ഒന്നും പറയാനില്ല, അടിപൊളി. നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നോക്കാം. ഇവിടെ അവിടേക്കും വലത്തോട്ടും എടുത്തോട്ടൊക്കെ മുറികളുണ്ട്. ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ മേൽക്കൂറില്ല, കണ്ടില്ലേ, ഗ്യാപ്പാണ്. മഴ പെയ്താൽ നടന്ന് കാണിച്ചത് കണ്ടോ, ഒരുപാട് തീരെയല്ല. ഇത് വേറൊരു ഡിസൈൻ, ഇവിടെയൊക്കെ വേറൊരു, ഇതൊക്കെ വേറൊരു പഴയ, എത്ര പഴയ കെട്ടിടല്ലേ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമുക്ക് എന്തായാലും വ്യൂ ഒന്ന് കാണാം, മുന്നോട്ട് പോയി നോക്കാം. ഓ എൻ്റെ പൊന്നെ, ആ കിളികളുടെ സൗണ്ട്
ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ഇപ്പോൾ കോടായതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല വ്യൂ, അടിപൊളി, എന്താ പറയുക, നാച്ചുറൽ ആംബിയൻസ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറില്ലോ. ഇത് കണ്ടില്ലേ, താഴത്തിപ്പോൾ മാർബിളായി. ഇവിടെ ഇപ്പം നിലത്ത് മാർബിളായി. ഇത് മാർബിളല്ല, ഇത് വേറെന്തോ കോട്ടിങ് ഇങ്ങനെ എടുത്താൽ മാർബിളും ഉണ്ട്, പക്ഷേ ഫുൾ മാർബിളല്ല. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ, ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല. എന്താ പറയേണ്ടത്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സ്ഥലത്തെത്തും. മാർബിളൊന്ന് തൊട്ട് നോക്കല്ലേ. ഓ എന്താ തണുപ്പ്, ഒരു രക്ഷയില്ല. എന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം, ഒന്നുകൂടി ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ഷാജഹാൻ്റെ വർക്കാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മളെ ജഹാംഗീർ മുമ്പ് ഇവിടെ കൊട്ടാരം എന്തോ സംഭവം ഉണ്ടാക്കിന്, അത് പൊളിച്ചിട്ട് ഷാജഹാൻ ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക, ഒരുപാട് ഗോൾഡ് കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് എന്നൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് അറിയില്ല. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് 4-5 വർഷം മുന്നേ. അന്നപ്പം കിട്ടിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇവിടെ കണ്ടില്ല വലിയൊരു ഉദ്യാനം. നമ്മളിപ്പോൾ വലതുവശത്ത് കണ്ടില്ലേ, അതാണ് നമ്മുടെ ഷാജഹാൻ്റെ പുത്രി ജഹനാരയുടെ, അതെന്നാണെന്ന് എനിക്കറിയില്ല, ജഹനാരയുടെ വിശ്രമമുറിയും സ്വകാര്യ അറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, കറക്റ്റ് അറിയില്ല. ഇവിടെ താഴത്തൊക്കെ കംപ്ലീറ്റ് മാർബിളാണ് കേട്ടോ, കണ്ടില്ലേ. അതിൻ്റെ ഭിത്തികളൊക്കെ പൂർണ്ണമായിട്ടില്ല. താഴത്ത് നിലം കംപ്ലീറ്റ് മാർബിളാണ്. ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് ഉണ്ട്, നമ്മുടെ ഷാജഹാനും മുംതാസും വസിച്ചിരുന്ന, കണ്ടോ ഇത് ഫുള്ള് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ വിലമതിക്കാനാവാത്ത സംഭവങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ചരിത്രങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഏതൊരു ഭാഗം ഫുൾ പ്യുവർ ഗോൾഡായിരുന്നു, ഫുള്ള് സ്വർണം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട തൂണുകളുണ്ടല്ലോ, അത് പഴയ കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാർ, കുറേ സംഭവങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ശരിയാക്കി കൊണ്ടുപോയി. അതുപോലെ എല്ലാം കുറേ പണി തന്നതിൽ അങ്ങനത്തെ കുറേ പണി നമുക്ക് തന്നൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയേനും. പിന്നെ വേറൊരു ചരിത്രം കൂടിയുണ്ട്. ഷാജഹാൻ്റെ മകനായിട്ട് അവസാന നിമിഷങ്ങൾ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ട് മകൻ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കിയതും നമ്മളിപ്പോൾ കണ്ടില്ലേ. മുത്തമ്മൻ ബുർജ്, ആ ഒരു ബുർജിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള എവിടെയായിരുന്നു തടവിലാക്കിയെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഷാജഹാൻ ഇവിടെ നിന്നും എന്താ പറയുക, താജ്മഹലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു എന്നൊക്കെയുള്ള എന്തൊക്കെ ഒരു ചരിത്രങ്ങളുണ്ട്. പിന്നെന്താ, ശരിക്ക് അവസാന സമയം കാണാഞ്ഞിട്ട് മിറർ വെച്ച് ഇങ്ങനെ അതിൻ്റെ റിഫ്ലക്ഷൻ തട്ടി കണ്ടു, അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയോ ചരിത്രങ്ങൾ താഴത്തോട്ട് ഞാൻ കാണിച്ചുതരാം, ക്യാമറ നീക്കിത്തരാം. ക്ലിയർ ആകുന്നുണ്ടല്ലേ? ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്ക്, പോസ് അടിച്ച് വായിച്ചു നോക്ക്. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെയാണ് ഷാജഹാൻ ചക്രവർത്തിയും മുംതാസും വിശ്രമിച്ചിരുന്ന മാർബിൾ മന്ദിരം, ഖാസ് മഹൽ എന്നറിയപ്പെടുന്ന മാർബിൾ മന്ദിരം. ഇവിടെയാണ് ഷാജഹാനും മുംതാസും വിശ്രമിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്നത്.
നമ്മളങ്ങനെ അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. ഇപ്പം നമ്മളുള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തൊരു സ്ഥലത്തെത്തി. ഇവിടെയും കൊത്തുപണികൾ കൊണ്ടൊരു എന്താ പറയുക, ഏറും കളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഇത് പറിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മുന്നിൽ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് ദീവാനി ആം. ഇവിടെ വെച്ചായിരുന്നു പോലും വേനൽക്കാലത്ത് രാജസഭ സമ്മേളിച്ചിരുന്നത്. ഇത് നല്ലൊരു രസമുണ്ട്. നമ്മൾ കഥകളിലൊക്കെ വായിക്കുന്നില്ല, എന്താ രാജാവ് ഇങ്ങനെ ചെയർമേലിങ്ങനെ പ്രജകളുടെ പരാതി കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന. ഇതിൻ്റെ മുമ്പിലൊരു ശവകുടീരം കണ്ടോ, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഇപ്പോൾ 1 മണിക്കൂറായി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഞാനിവിടെ മ്യൂസിക് ഇട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്, ഞാനൊന്നും സംസാരിക്കാതെ ഇങ്ങനെ മ്യൂസിക് ഇട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മാക്സിമം അത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ബോറായിട്ടില്ലല്ലോ? നിങ്ങളെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒരു ട്രാവൽ വ്ളോഗിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഒരു രക്ഷയില്ല. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, എന്താ പറയുക, ഒരു രക്ഷയില്ല, അസാധ്യം. എത്ര വർഷം പഴക്കമുള്ള കെട്ടിടം, എത്ര വർഷം പഴക്കമുള്ള എന്താ പറയുക, കെട്ടിടത്തിൻ്റെ ഡിസൈനുകൾ, അതിപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭയങ്കര സംഭവം തന്നെ. 600 വർഷം 400-500 വർഷം മുമ്പേ പഴക്കമുള്ളൊരു കെട്ടിടം ഇപ്പോഴും ആളുകൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെ. ലോക പൈതൃക പട്ടികയിൽ ഇതിന് ഇടം കിട്ടിയത് വെറുതെ അല്ല. നമുക്ക് അവിടെയും കൂടി പോകണമെന്നുണ്ടെങ്കിൽ അലോഡില്ല. നമ്മളെന്തായാലും പുറത്ത് ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി താജ്മഹലിലേക്ക് വിടാം. നമ്മളൊന്ന് സ്പീഡാക്കാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് താജ്മഹലിലേക്ക് വിടാം. അപ്പം ആഗ്ര ഫോർട്ടിനോട് നമ്മൾ വിട പറയുകയാണ്. ഇവിടെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. ഒരുപാട് അണ്ണക്കുട്ടന്മാർ നമ്മളെത്തേക്ക് വരുന്നുണ്ട്, ഒരുപാടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. പോയി കളി എടുത്തെടുത്തോ. നല്ല രസമുണ്ട് കുട്ടികളെ കളി കാണാൻ. നമ്മളെ നാട്ടിൽ കളറ് മാറ്റൂല്ലേ ഇനി? മേത്തൊക്കെ കയറി പോകുന്നു. നമ്മളങ്ങനെ അടുത്തതായിട്ട് ആഗ്ര ഫോർട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മള് താജ്മഹലിലേക്ക് പോവാണ്. നമുക്കങ്ങനെ ഓട്ടോക്കാരന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന താജ്മഹലിലേക്കാണ് നമ്മളിനി പോകാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വിടല്ലേ കുറച്ച്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്കൊരു ഉച്ചവരെ നമുക്ക് താജ്മഹൽ സ്പെൻഡ് ചെയ്യാം. തകർത്തുകളി. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, കാരണം ഒരുപാട് ആളുകൾ പുറത്തെ കാഴ്ചകൾ കാണിക്കും. ഞാൻ 2-3 ട്രാവൽ വ്ളോഗ് മുന്നേ ചെയ്തിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞത് പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നു, ഇങ്ങനെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളായിരിക്കും. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. തൊണ്ടിട്ട് കാറാണ് ഗൈസ്. ഈ മൈക്കില്ലാത്തത് കൊണ്ട് നമ്മളെ സൗണ്ട് വെക്കാറ് നാട്ടിലെത്തുമ്പോഴത്തേക്ക് അടിച്ചു എന്നാണ് തോന്നുന്നത്. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്.
വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ബന്ദ് ചെയ്ത്. UP മുഖ്യമന്ത്രി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. നമ്മളങ്ങനെ വണ്ടി മൂപ്പര് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈസ്റ്റ് ഗേറ്റ് കൂടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റാണ്. ഇത് സൗത്ത് ഗേറ്റ് ഇതാ, നേരെ പോയിട്ട് ഇതാ അവിടെ അടുത്ത് തന്നെ. നമ്മളോട് ഓട്ടോക്കാരൻ പറഞ്ഞത് നിങ്ങൾ സൗത്ത് ഗേറ്റിലൂടെ തിരിച്ച് വന്നാൽ മതി. നമുക്ക് പോയി നോക്കാം എന്തായാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് എൻട്രി ചെയ്യാൻ ഇവിടെ വെള്ളിയാഴ്ച ഇവിടെ അലോഡില്ല. വെള്ളിയാഴ്ച സന്ദർശകർക്ക് ഇവിടെ അലോഡില്ല. പിന്നെ നമ്മൾ ഇവിടെ ചെരുപ്പിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, ഷൂ ഇട്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. നമ്മൾ 2 കാലിനിടാൻ നല്ലൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. എന്തായാലും വൃത്തിയായി സൂക്ഷിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇവിടെ എത്ര ഫീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം. നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി. ഇവിടെ നമുക്ക് 45 രൂപയാണ്. ഈ ഗാർഡനും ജസ്റ്റ് താജ്മഹലിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ മാത്രമേ കണ്ടാൽ മതിയെങ്കിൽ 45 രൂപയാണ് ടിക്കറ്റിനുള്ളത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഞാൻ നേരത്തെ ആഗ്ര ഫോർട്ടിൽ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, അത് സൈറ്റാണെന്നുള്ളത്. പിന്നെ നമുക്ക് മൗസോളിയം, അതായത് മുംതാസിൻ്റെ ആ ഒരു ഖബർസ്ഥാൻ, ആ ഒരു സ്ഥലം കാണുന്നുണ്ടെങ്കിൽ അവിടേക്ക് സ്പെഷ്യൽ ചാർജ് ഉണ്ട്. 200 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഒരാൾക്ക് 2 സ്ഥലം കൂടി കാണുന്നുണ്ടെങ്കിൽ, താജ്മഹലും മൗസോളിയം കാണുന്നുണ്ടെങ്കിൽ 245 ചാർജ് വരുന്നത്. തണുപ്പൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല, ഒരു നോർമൽ തണുപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻട്രൻസിലുള്ള വ്യൂ ആണ്. നമ്മളിവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇവിടെയൊക്കെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച പ്രണയ സ്മാരകത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, പായസം എന്തൊക്കെയോ സാഹിത്യം വിളമ്പുന്നുണ്ട് എന്ന് പറഞ്ഞോട്. അത് ശരി, അങ്ങനെ. എന്തായാലും ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല. ഇവിടെ വന്നിട്ട് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുപ്പിക്കുന്നതിനെക്കാട്ടും നല്ലതാ നിങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റുമല്ലോ. ഫോൺ തരാം, ഫോട്ടോ എടുത്ത ഫോൺ. നമ്മൾ അവിടുന്നാണ് എൻ്റർ ചെയ്ത് വന്നത്. ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ സൗത്ത് ഗേറ്റിലൂടെയാണ് നമ്മൾ പോവുക. ഓട്ടോ ഡ്രൈവർ അവിടെയൊക്കെ ചെല്ലാനാണ് പറഞ്ഞത്. എൻട്രൻസിലാണ് നമ്മളിപ്പോൾ കയറാൻ പോവാണ്. ഏതാ ലെവല് പൊന്നോ, കിടപ്പ് കണ്ടില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 45 രൂപയ്ക്ക് നമുക്ക് ശരിക്കും ഈ ഏരിയ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ ഇതൊക്കെ പറ്റും. മൗസൂൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ 200 രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ട്. ചിലപ്പോൾ അവിടെ വേറെ ടിക്കറ്റ് പിന്നെയും കാണിച്ചു കൊടുക്കേണ്ടി വരും. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എന്തായാലും താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി ഇവിടുന്ന് ഗാർഡനിന് ഒന്ന് റൗണ്ട് അടിക്കല്ലേ. എന്തായാലും ഉള്ളിലോട്ട് പോകാം നമുക്ക്. ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മളുടെ ഗോപ്രോ പണി പറ്റിച്ചതല്ല. ഗോപ്രോ പൊതുവെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. ഗോപ്രോയിൽ ഇനി 3% കൂടിയ ചാർജ് ഉള്ളൂ. ഇപ്പോൾ ഓഫാവും. ഇനി നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യണം. ഫോണിലുള്ള ക്ലിപ്പുകളായിരിക്കും ഇനി വരിക. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഞാൻ 2-3 ആളോട് ചോദിച്ച് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരോടൊക്കെ എന്തെങ്കിലും ഇത് ചെയ്തു തരും. ഒരു ഓപ്ഷനും ഇല്ല. നമ്മൾ ഒരുമിച്ചുള്ള ടിക്കറ്റാണ് എടുത്തത് 245.
അതായത് നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ളൊരു ടിക്കറ്റ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോവാം, ഉള്ളിലോട്ട് പോവാം. എന്താ മൊഞ്ച്. ഇവിടെ സൈഡിലൊക്കെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ആളുകൾ വലിയ തിരക്കൊന്നുമില്ല. ഒരു മൊഞ്ച് കണ്ടില്ലേ, എന്താ പറയണ്ടേ. ഭൂമിയിൽ ഒരു കാറ്റ് പോലും തട്ടി മുഖം കറുക്കാത്ത താജ്മഹൽ. ഇതൊരു വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തൊരു കൊട്ടാരം തന്നെ, എന്താ പറയുക. ഇവിടെയൊക്കെ ഞാൻ മുന്നേ വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളേനും. ഈ സ്ഥലം കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം. അതിങ്ങനെ മുകളിലോട്ട് പമ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പം വെള്ളമൊന്നുമില്ല. ഇത് ശരിക്കൊരു പ്രണയ സ്മാരകം കൂടിയാണ്. ഷാജഹാന് മുംതാസിനോടുള്ള അതിയായ പ്രണയത്തിൻ്റെ ഒരു എന്താ പറയുക, മാർബിൾ കൊട്ടാരം എന്നൊക്കെ പറയില്ലേ. ലോകമാകെ പ്രണയത്തിൻ്റെ പ്രതീകമായി 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ. നമ്മൾ ഓരോ ഭാരതീയൻ്റെയും അഭിമാനം കൂടിയാണ് ഈ താജ്മഹൽ. ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക, ലോകാവസാനം വരെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാത്തു സൂക്ഷിക്കണം. ഇതിലെന്താ പറയുക, ഉണ്ടാക്കിയ ആളെ മതം നോക്കിയിട്ടോ ഒന്നും ഇത് നശിപ്പിക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും തന്നെ. 22 വർഷത്തെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കപ്പെട്ടതെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇത് 1631 ആരംഭിച്ചു. 1653 ആ ഒരു കാലയളവിലാണ് താജ്മഹൽ നിർമ്മിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ കൂടുതൽ ഹിസ്റ്ററി അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ചരിത്രം ഒന്ന് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കോ, എങ്ങനെയാണ് സംഭവം ഇവിടുത്തെ? അല്ലേ പറയും, എനിക്കറിഞ്ഞൂടെ, ഇങ്ങനെ പറ. എന്നാലും ഇങ്ങനെ പറഞ്ഞ നേരത്തെ മുംതാസും ഷാജഹാനും കൂടെ കട്ടൻ ചായ അടിച്ചെന്നോ? ഇവിടെ നിന്നാണ് ഫോട്ടോക്കൊക്കെ വ്യൂ ഉള്ളത്. ഈ സൈഡിൽ നിന്ന് എടുക്കണം. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ സ്ഥലത്ത് നിന്ന് ഈ തറൻ്റെ മുകളിൽ കയറി നല്ല, അവിടെ ഒരു തറ പോലുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂവിൽ ഫോട്ടോ എടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഉണ്ടല്ലേ. അതവിടെ മുകളിൽ കണ്ടോ, എന്തോ ഒരു മെയിൻ്റനൻസ് വർക്ക് ഉണ്ട് അല്ലേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കണ്ടോ, 2 ആൾക്കാരുണ്ട്, കയർ കെട്ടി. കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവിടുന്ന് കാണുന്നില്ലല്ലേ. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല, അസാധ്യ വ്യൂ. നിങ്ങൾ ആ 4 മിനാരങ്ങൾ കണ്ടില്ലേ, അത് പുറത്തോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടുള്ളത് കണ്ടോ. അത് താജ്മഹലിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. ആ സൈഡിൽ ആ തറൻ്റെ മുകളിൽ നിന്നിട്ട് പല പോസിങ് ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് താജ്മഹലിൻ്റെ ഇടതുവശത്ത് കണ്ടത് പള്ളിയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അത് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, അത് ഗസ്റ്റ് ഹൗസ് ആണ്. ഒരു പാട്ടിലേനോ താജ്മഹൽ, അങ്ങനേനു എന്തായാലും നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ആസ്വദിക്കാൻ പറ്റും, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ യമുന നദീൻ്റെ തീരത്തേക്ക് നടന്നു പോവാണ്. അതൊരു അസാധ്യ വ്യൂ തന്നെ ആയിരിക്കും. അവിടേക്ക് പോയി നോക്കാം, ഉണ്ടല്ലേ. നമ്മൾ ആ സൈഡിലൊന്നും ഈ സൈഡിലൊന്നും എല്ലാ സൈഡിലും വന്നാലും ഒരേ വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ബാക്ക് സൈഡിൽ പോയി നോക്കാം. ഇതാ യമുന. ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ട്രെയിനിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, വലിയ ചാർജൊന്നും ആവില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്, ഒരുപാട് ഫോട്ടോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ അത്. എത്ര വർഷം മുന്നേ ഉള്ള എന്താ പറയുക, വെള്ളക്കൊട്ടാര. ഇതിപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഭയങ്കര സംഭവം തന്നെ. ഉണ്ടോ യമുന, ഡ്രൈ ആണ്, ഒരു രക്ഷയില്ല. ഇതാണ് ഇതിൻ്റെ വ്യൂ, ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്, കണ്ടില്ലേ യമുന. ഈ സൈഡ് ബാക്ക് സൈഡ്. നമുക്ക് ഇവിടെ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമോ?
പിന്നെ ഇവിടെയൊക്കെ അലോഡില്ല എന്നാണ് തോന്നുന്നത്. സെക്യൂരിറ്റി ഒന്ന് പായിപ്പിക്കണ്ടാവും. അവിടേക്കൊക്കെ വ്യൂ മങ്ങിയത് ചെറിയൊരു കോട പോലെ ഉണ്ട്, അതുകൊണ്ടാണ് വ്യൂ കറക്റ്റ് അല്ലാത്തത്. പരുന്ത് വട്ടട്ട് പറക്കുന്നത് നല്ല രസമുണ്ടല്ലേ. ഉള്ളിൽ കയറാം നമുക്ക്. ഫുള്ള് നല്ല അടിപൊളി മാർബിള്. എന്ത് തണുപ്പാ അവിടെ ടച്ച് ചെയ്യുമ്പോൾ. യമുനേൻ്റെ ആ സൈഡ് കണ്ടോ, അവിടെയൊക്കെ വെള്ളം താഴെ വന്ന് അവിടെയൊക്കെ പോത്തോ പശുക്കളോ മേയുന്നാന്ന് തോന്നുന്നു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ പശു പോത്ത് എന്താണെന്ന് ഇത്ര ലോങ് സൈറ്റിൽ അറിയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചെരുപ്പ് ഇട്ട് എലോഡല്ല, നമ്മൾ കവർ വാങ്ങിച്ചിട്ടുണ്ട്. ചെരുപ്പിന് നമ്മൾ കുപ്പായ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലല്ലേ. ഇവിടേക്കുള്ള വ്യൂ അസാധ്യം. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ നേരെ മുമ്പിലെത്തി. ഉള്ളോട്ട് കയറില്ല ഇതാ, ഫുൾ മാർബിൾ തന്നെയല്ലേ കംപ്ലീറ്റ്. നമ്മളങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഉള്ളിലുള്ള വിഷ്വൽസ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഉള്ളിൽ ക്യാമറ അലോഡല്ല. നമുക്ക് അവരുടെ കണ്ണിപ്പെടാണ്ടൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും, പക്ഷേ അത് വേണ്ട. മുകളിലത്തെ ഹൈറ്റ് കണ്ടില്ലേ, ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, എന്താ പറയുക, ഒരു രക്ഷയില്ല. അടിപൊളി. ഇതൊരു വല്ലാത്ത പ്രണയത്തിൻ്റെ പ്രതീകം തന്നെ. നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ള്. നമ്മൾ ഉള്ളിലോട്ട് കയറി സൗണ്ട് എടുക്കും, നമ്മൾ ചെറിയ സൗണ്ട് എടുത്ത് സംസാരിക്കുമ്പോൾ അത് എക്കോ അടിച്ചിട്ട് ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ഉള്ളിൽ നമുക്കത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഉള്ളിലെ ആ എന്താ പറയുക, മാർബിൾ കൊണ്ടുള്ള കൊത്തുപണിയും ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റൊക്കെ കയറിക്കഴിഞ്ഞാൽ അവർക്കായിരിക്കും കുറച്ചുകൂടി കൗതുകം. കാരണം ഇത് എത്ര വർഷം മുന്നേ ഉള്ളൊരു ഡിസൈനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 400 വർഷം മുന്നേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്ര വിദഗ്ധമായി പണിതത്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതും ഈ ഒരു കാലഘട്ടത്തിലും ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഡിസൈന്, എന്താ പറയേണ്ടത്, പറയാൻ വാക്കുകളില്ല. ഞാൻ ആഗ്ര ഫോർട്ടിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇത് ക്യാമറ കണ്ണുകളിലൂടെ ഒരിക്കലും ഇതിൻ്റെ കറക്റ്റ് ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വിസിറ്റ് തന്നെ വേണം. വലിയ ചിലവൊന്നുമില്ല. ഞാനതൊക്കെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ എക്സ്പെൻസ് ഒക്കെ എത്ര വരുന്നുള്ളത്. നമുക്കെന്തായാലും ഇത് ഫുള്ള് റൗണ്ട് അടിച്ചൊന്ന് കാണാം ഇതിൻ്റെ ചുറ്റും. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആളുകളൊക്കെ കുറവാണ്, എന്നാലും കൂടി ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്ക്, കമ്പാരിറ്റീവ്ലി കുറവ്. പിന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചൈന, പേർഷ്യ, ടിബറ്റ്, അഫ്ഗാൻ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കലയെപ്പറ്റി പറയുകയാണെങ്കിൽ തുർക്കി, പേർഷ്യ, അറബ് വാസ്തുവിദ്യ കല ഉപയോഗിച്ചുകൊണ്ടാണ്, അതെല്ലാം കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുള്ളൊരു നിർമ്മാണ കലയാണ്.
മൂപ്പര് ഷാജഹാൻ പൊതുവെ മാർബിൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളായിരുന്നു. വാസ്തുവിദ്യ കലയിൽ കുറച്ചുകൂടി തൽപരനായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും 2 കളറിൽ ഇത് കാണാൻ പറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഗോൾഡൻ കളറിലും പിങ്ക് കളറിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഗസ്റ്റ് ഹൗസും പള്ളിയാണ്. ഇവിടുത്തെ ലോക്കൽ മുസ്ലിംസ് നിസ്കരിക്കുന്ന പള്ളിയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വെള്ളിയാഴ്ച ഇവിടെ സന്ദർശകർക്ക് ലോഡല്ലാത്തത്. വെള്ളിയാഴ്ച മാത്രം അവിടെ ജുമ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുസ്ലിംസിൻ്റെ പ്രാർത്ഥന, വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥന. ഇതിനല്ലേ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ച് എന്ന് പറഞ്ഞ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു താജ്മഹലിൻ്റെ ഉള്ളിൽ 2 ഖബറുകളാണ്, ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ഖബറ് കാണാൻ സാധിക്കും. അതല്ല പോലും യഥാർത്ഥ ഖബറ്. അതിൻ്റെ നമ്മൾ എൻ്റർ ചെയ്യുന്നിടത്ത് തന്നെ വേറൊരു ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു താഴത്തോട്ട് നോക്കിയാൽ ഒരു അറ പോലെ ഉണ്ട്. കുറച്ചുകൂടി താഴത്തോട്ടാണ് ഒരു യഥാർത്ഥ ഖബറ്. പിന്നെന്തോ ഉള്ളിൽ അറകളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും സത്യാവസ്ഥയൊന്നും അറിയില്ല. പിന്നെ പക്ഷേ എന്താ പറയുക, എന്തായാലും മൂപ്പരൊരു സംഭവം തന്നെ. മൂപ്പരെ ശരിക്കും പറയുകയാണെങ്കിൽ മൂപ്പരെ ശവകുടീരം അല്ലെങ്കിൽ ഖബറ് സന്ദർശിക്കാൻ ഏതെല്ലാം ലോകത്തിൻ്റെ, ഇന്ത്യയിൽ നിന്നല്ല, അതാലങ്ങൾ ആലോചിക്കേണ്ട, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്ര ആളുകളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തിരക്ക് കുറവ്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇവിടുന്ന് നമ്മൾ 5:40 നമുക്ക് ന്യൂഡൽഹിക്ക് ട്രെയിന്. ഭക്ഷണം കഴിക്കണം. ഓട്ടോക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ താജ്മഹലിനോട് വിട പറയാണ്. യമുന നദിയുടെ തീരത്ത് നിന്നും താജ്മഹലിൻ്റെ മുകളിൽ നിന്നും നമ്മൾ പറങ്ങാൻ പോവാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ട്രാവൽ വ്ളോഗ് ചെയ്ത് വലിയ പരിചയമല്ല. നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോറിങ്ങിൻ്റെ കൂടെ ട്രാവൽ വ്ളോഗ് കൂടി ചെയ്യുന്നതാണ്. ഞാനത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് എങ്ങനെയാണ് വരുന്നത്, ഇത് എത്രയാണ് ചാർജ് വരുന്നതെന്നൊക്കെ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റീപ്ലൈ തരാം. എന്തായാലും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം. ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഭയങ്കര സംഭവം തന്നെ. ഈ ഒരു മാർബിളിൽ കൊത്തിയെടുത്ത് ഈ ഒരു വെള്ളക്കൊട്ടാരം ഒന്ന് കാണുന്നതാണ് എന്തായാലും. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ ഡൽഹിക്ക് വന്നിട്ട് നിസാമുദ്ദീൻ, ഡൽഹിക്ക് എനിക്ക് തോന്നുന്നത് ഒരു 1000 ചോടെ ടിക്കറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ബോംബെയിൽ നിന്ന് അഹമ്മദാബാദ് പോയി, അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിക്ക്, അങ്ങനെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അവിടേക്കുള്ള ട്രെയിൻ ചാർജ് അറിയില്ല. പിന്നെ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ ഞാൻ റൂമിൻ്റെ റെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ 600 രൂപക്കാണ് ഞാൻ വിത്ത് വൈഫൈ ഉള്ള വൈഫൈ, TV കാര്യങ്ങളൊക്കെ. ചെറിയ റൂമാണ്. കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ ഒരു 700 രൂപക്കൊക്കെ റൂം സെറ്റാവും. പിന്നെ ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് വരാൻ 100 രൂപ ഉണ്ടെങ്കിലും നമുക്ക് വരാൻ പറ്റും. ചെറിയ ലോക്കൽ ട്രെയിന് സെക്കൻഡ് സീറ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ സ്ലീപ്പറിന് ഒരു 150-200 രൂപേൻ്റെ അടുത്തേ വരും. നമ്മൾ വേറെ ട്രെയിൻ ഇല്ലാത്ത കൊണ്ട് ഇന്ന് കുറച്ച് കൂടിയ ചേർക്കാറിലാണ് വന്നത്. അതിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. 435 ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 2 കൂടി 910 രൂപ. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് വന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇവിടത്തേക്ക് എക്സ്പെൻസ് വരുന്നത്. പിന്നെ നിങ്ങൾ ആഗ്രയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോക്കാരുണ്ടാവും. ഓട്ടോ നിങ്ങൾ മാക്സിമം പേശിയിട്ട് ഡീലാക്കുക. നമ്മൾ 400 രൂപക്കാണ് ഇവിടെ താജ്മഹൽ പ്ലസ് ആഗ്ര ഫോർട്ട്. പിന്നെ അവർ തന്നെ ഇവിടെ നമ്മളെ റിട്ടേൺ അവിടെ കൊണ്ട് ചാക്കി തരികയും ചെയ്യും. അത്രയും സമയം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്നും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ശരി, കിടിലൻ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താജ്മഹലിൽ നിന്നും ഗുഡ് ബൈ.